ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഉച്ചയ്ക്കത്തെ വ്ളോഗാണ്. ഉച്ചയ്ക്ക് ഞാൻ ഊണിനെടുക്കുന്ന തയ്യാറാക്കുന്ന കുറച്ച് കറികൾ കാണിച്ചു. വലിയതായിട്ടൊന്നുമില്ല. ഇന്ന് ഉണക്കമീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉണക്കമീൻ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതങ്ങനെ മേടിക്കാറില്ലേ. അപ്പോൾ ഇങ്ങനെ ചതച്ച് ചമ്മന്തിയാക്കി കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇവിടെ നത്തോലി, കൊഴുവ, നത്തോലി എന്നൊക്കെ പറയുന്ന ചെറിയ മീനാണ്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങയും പുളിയും മുളക് പൊടിയും ഉള്ളിയും അത്രയേ ഇടുന്നുള്ളേ. അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സിക്കകത്തിട്ട് നല്ലപോലെ ചതച്ചെടുക്കും. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം തേങ്ങ ആഡ് ചെയ്യാതെ നമ്മളത് മാത്രം ചതച്ചെടുത്താലും ഒരാഴ്ചയൊക്കെ എടുക്കും. ഇപ്പം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ നമ്മൾ തേങ്ങ ഇടാതിരുന്നാൽ മതി. തേങ്ങ ഇടുമ്പോൾ പെട്ടെന്ന് അത് വളിച്ചു പോവും. ഫ്രിഡ്ജിൽ വെച്ചാൽ വളിക്കില്ല. അപ്പം യാത്ര ചെയ്യുമ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കൈ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അത് തേങ്ങ ഇട്ടില്ലെങ്കിൽ അത് ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയിൽ ഒരു മാസം വരെയൊക്കെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ തേങ്ങ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇരുന്നോളുവേ. അടിപൊളി ടേസ്റ്റ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. എൻ്റെ ഫേവററ്റ് ആയ സാധനമാണ്. പക്ഷേ ഇതുപോലെ വറുത്ത് കഴിക്കുന്നതും എനിക്കിഷ്ടമാണ്. പക്ഷേ ഉണക്കമീൻ എന്ന് പറയുമ്പോൾ ഒരു സ്മെല്ലും ഒക്കെ കാരണം ഇവിടെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ കോബീസ്, പർപ്പിൾ കളർ കോബീസാണ്. ഇതിവിടെ ഇങ്ങനെ മേടിക്കാറില്ലേ. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോൾ പർപ്പിൾ കളർ മേടിച്ചു. അപ്പോൾ അത് തോരനും വെച്ച്. പിന്നെ അതിൻ്റെ കൂടെ പച്ചത്തൈരുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ കറികളെ. ഞാൻ മാത്രമുള്ളപ്പോൾ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.